ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ നിന്ന് വിളിക്കാണ് സാർ. ജയിലിൽ ചാടിയ രാഘവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്നാൽ അവനെ പിടികൂടാം. റൈറ്റ് സാർ. അവനാണ്, ആ തെണ്ടിയാണ് രാഘവന്റെ പെണ്ണ് കെട്ടാൻ ഇറങ്ങിയവൻ. കുത്തി ജയിലിൽ പോയവനാണ് രാഘവൻ. എന്റെ ആളുകൾ നിനക്ക് വാണിംഗ് തന്നിട്ടും നീ അത് മറികടന്ന് കല്യാണ പന്തൽ വരെ എത്തി. സീതയ്ക്ക് വേണ്ടി ജയിലും മറികടന്ന് ഞാനും ഇവിടെ എത്തി. നോക്ക് രാഘവ, ഞാനല്ല പിന്നെ ആരെതിർത്താലും ഈ കല്യാണം. നിർത്തണ പട്ടി, ആ താലി എടുക്കാൻ നിന്റെ കൈ ഞാൻ പൊക്കിക്കില്ലടാ. എന്റെ പെണ്ണിനെ കെട്ടിയാൽ മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ നീ പ്രതീക്ഷിക്കണ്ട. എന്ത് സംഭവിച്ചാലും എത്ര കാലം കഴിച്ചാലും വിടില്ലടാ, വിടില്ല, വിടില്ല. നീ എല്ലാ ആളെന്ന് പറയായിരുന്നില്ലേ? എന്നിട്ട് എന്ത് ചെയ്യാൻ? കല്യാണം മുടക്കാനാണ് അയാൾ വന്നത്. അതിന് ഞാൻ കൂട്ടിക്കണമായിരുന്നോ? എന്തായാലും ആ തടസ്സം നീങ്ങിയല്ലോ. ലക്കി. കൊള്ളാഹി ആത്തേന ഇജാസലാസം വാഹദ് ഷഹീർ ഇന്ത മാഫി കലാം കിദാ അനാ സോഹജ് കലാസ് കബിൾ യോമേ കൈഫാ നഹീ ജി പ്ലീസ് സർ ഇബഗസ് പുഗേറ്റ് മാഫി ലാസോ ഇബഗസ് പു ഒള്ളാഗി. ഓക്കെ സർ, ഓക്കെ സർ, മാസലാമി. എന്തായി മോനെ? ഫോണിൽ കൂടിയുള്ള സംസാരമായതുകൊണ്ട് അറബിക്ക് എന്നെ തല്ലാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. മറ്റന്നാൾ ബോംബെ, പിറ്റേന്ന് രാവിലെ അബുദാബി. ഈ അറബികൾക്ക് മനസാക്ഷിയില്ലേ? കല്യാണം കഴിഞ്ഞ് 5 ദിവസം തികയുന്നതിന് മുമ്പ് നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയാൻ. അറബികൾക്ക് നല്ലോണം മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ കഞ്ഞി പിടിച്ച് കിടക്കുന്നത്. ഇവിടെ കഞ്ഞിയാങ്കി വിളമ്പ്, നല്ല വിശപ്പ്. ഒരാഴ്ചയെങ്കിലും എക്സ്റ്റൻഡ് ചെയ്ത് തരാൻ പറയായിരുന്നില്ലേ മുകുന്ദേട്ടാ? 1 മണിക്കൂർ പോലും അയാൾ സമ്മതിച്ചില്ല. കുറ്റം പറയാൻ പറ്റില്ല സീതേ. മാർക്കറ്റിംഗ് സെക്ഷനിൽ അധികം ആളില്ല. അലൈനിൽ പുതിയ ഫാക്ടറിയുടെ പേപ്പർ വർക്ക് പാതിയിൽ നിൽക്കുക. എങ്കിലും ആ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പോരായിരുന്നോ കല്യാണം? പേപ്പർ വർക്കിന് അന്ത്യമില്ലല്ലോ. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്ന്. നീ പറഞ്ഞതുപോലെ ആണെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കാൻ പറ്റൂ. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് മുകുന്ദേട്ടൻ മടങ്ങി വരുമോ? അത് ഞാൻ ശ്രമിക്കാം. എനിക്ക് ഈ തമാശ ഒന്നും കേൾക്കണ്ട. പക്ഷെ എനിക്ക് നിന്റെ തമാശ കേട്ടേ പറ്റൂ. സീതേ, ഈ കരളിന്റെ ഉള്ളൊന്ന് കീറിയാൽ അതിനകത്ത് ഗൾഫിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്തൊരു മുകുന്ദനെ സീതക്ക് കാണാം. പക്ഷെ എന്ത് ചെയ്യും? ഇനിയുമുണ്ട് ഒത്തിരി കടം, പിന്നെ സ്വപ്നയുടെ അസുഖം, സുമയുടെ പിടുത്തം, എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഇവിടെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ. പ്രശ്നങ്ങളൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് 2 ദിവസം പോലും കഴിഞ്ഞില്ല. അമ്മയും അനിയത്തിമാരെയും ഒക്കെ ശരിക്കൊന്ന് പരിചയപ്പെടുക പോലും ചെയ്യുന്നതിന് മുൻപ് മുകുന്ദേട്ടൻ പോയാൽ. ഓ, അതാണോ പ്രോബ്ലം? അമ്മേ, സ്വപ്നേ, എല്ലാരും ഒന്ന് വേഗം വരൂ. എന്തിനാ അവരെ വിളിക്കുന്നത്? അല്ല, പരിചയപ്പെടുത്താം. ഇപ്പൊ പരിചയപ്പെടുത്താം. എന്താ വിളിച്ചത്? അമ്മേ, ഇതാണ് സീത,
സീത ഇതാണ് എന്റെ അമ്മ. ഇത് സ്വപ്ന, ഇത് സുമ. എല്ലാരും തമ്മിലൊന്ന് പരിചയപ്പെടൂ, അല്ലെങ്കിൽ അമ്മ അടുത്തോട്ട് ഒന്ന് ശക്തമായിട്ടൊന്ന് പരിചയപ്പെടൂ. പരിചയപ്പെടാനോ? അതെ, ശരിക്കൊന്ന് പരിചയപ്പെടാൻ. വേണമെങ്കിൽ കെട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് പരിചയപ്പെട്ടോളൂ. സത്യം പറയാമേ, അമ്മയുടെ മോൻ എത്ര നാൾ ഭ്രാന്താശുപത്രിയിൽ കിടന്നു. മൂന്നേട്ടിന് പറ്റിയ ആളെ തന്നെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭ്രാന്തില്ല. നീ ഇങ്ങനെ തുടങ്ങിയ ഞാൻ എങ്ങനെ ഇവിടെ നടക്കും? സീതയെ കണ്ണു തുടക്ക്. നിന്റെ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ നടങ്ങാൻ. എന്തോർത്തിട്ടാ ഞാൻ ചിരിക്കേണ്ടത്? വാ, തൽക്കാലം കണ്ണു തുടക്ക്. ഞാൻ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വാതിലടച്ച് ഇഷ്ടം പോലെ കരയാലോ. എന്റെ ഒരു സമാധാനത്തിന് ഒരു പ്രാവശ്യം ഒന്ന് ചിരിച്ചൂടെ? ഞാൻ ചെന്നുടനെ എഴുതാം. നീ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ ഉടനെ അവിടുത്തെ ഫോൺ നമ്പർ അറിയിക്കും. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഞാൻ വിളിക്കാം. അപ്പൊ അത്രയും സമാധാനം കിട്ടുമല്ലോ. അമ്മേ, കൂടുതൽ വിശദമായ യാത്ര ചോദിക്കലിനൊന്നും സമയമില്ല. ഞാൻ പോകുന്നു. അതൊക്കെ പോയാ മതി കേട്ടോ മോനെ. പിന്നെ ഇതെന്റെ ഒരേ ഒരു ഭാര്യയാണ്. നിങ്ങൾ എല്ലാവരും അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം കേട്ടോ. വല്ലതും കഴിക്കാം. വിശപ്പില്ലമ്മേ. എന്ന് പറഞ്ഞാൽ എങ്ങനാ? ഉച്ചയ്ക്ക് നീ ഒന്നും ശരിക്ക് കഴിച്ചില്ലല്ലോ. സീതേച്ചിക്ക് മൂന്നേട്ടം പോയതിലുള്ള വിഷമാണമ്മേ. അതെയോ മോളെ? എന്തായാലും ഒന്നും കഴിക്കാതെ കോലം കെട്ടു പോയാ അവൻ എന്നെ വഴക്ക് പറയാ. നാളെ മുതൽ നിങ്ങളെയും പിരിയണമല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കെന്തോ ഒരു വല്ലാതെ. എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങ് പോന്നാ പോരെ? ഇത് നല്ല ജോലിയാണോ മോളെ? നല്ലതാണോ എന്ന് ചോദിച്ചാ ഞാൻ ഡൽഹി ചെയ്ത അതേ ജോലി തന്നെ. ഏത് കമ്പനിയിലാ ചേച്ചി? ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാ. തോട്ടത്തിൽ ആയുർവേദശാല. മുതലാളി, ശുക്രൻ ഉച്ചത്തില ഇറങ്ങാൻ പറ്റിയ സമയ. ഞാൻ റെഡി. ഇനി പൂജ മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ ഈശ്വര, ചതിച്ചോ? എന്ത് പറ്റിയടോ? ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അങ്ങയുടെ നാള് പ്രകാരം ഇന്ന് പൂജ കഴിഞ്ഞിട്ടേ കുളിക്കാവൂ. ആണോ? സ്വാതി സമുച്ചയം സോമവാരാന പൂജാതി കർമ്മസ്യ സാനാംശു പാഹിമ എന്നാണ്. മുടിഞ്ഞു. ഇതിന് പരിഹാരം ഒന്നും ഇല്ലേടോ? സൂര്യന് പ്രതീക്ഷയുള്ളിടത്ത് ഒരു വിശേഷാൽ പൂജ നടത്തണം. മുതലാളി കാശ് തന്നാ മതി. ഞാൻ ഇന്ന് തന്നെ സൂര്യനാർ കോവിലേക്ക് ആളെ വിട്ടോളാം. ഒരു നല്ല ജോത്സ്യന്റെ ലക്ഷണം പരിഹാരം നിർദ്ദേശിക്കലല്ല. പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് അത് ഒഴിവാക്കലാണ്. അല്ല, ഒന്നും പറയണ്ട. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ തന്നെ മാറ്റിയിട്ട് ഞാൻ വേറെ ജോത്സ്യരെ നിയമിക്കും. ഉവ്വ്? എന്ത് ഉവ്വ്? എടോ എറാമൂളി, തനിക്കറിയാമോ? രാശിപ്രകാരം ജീവിക്കാനായിട്ട് ജ്യോതിഷം അറിയാവുന്ന ഒരു പെണ്ണിനെ തന്നെ തപ്പിപ്പിടിച്ച് കല്യാണം കഴിച്ചവനാണ് ഈ ശങ്കരവാര്യർ. എന്റെ ശ്രീദേവി ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനൊരു പിഴവും സംഭവിച്ചിട്ടില്ല. ഫോൺ എടുക്കാമോ? ഗോചരവശാൽ എങ്ങനെ? ശുഭമോ അശുഭമോ? ഗൗളി ശബ്ദം വെച്ചിട്ട് ശുഭവുമല്ല അശുഭവുമല്ല, ധൈര്യമായിട്ടെടുക്കാം. തോട്ടത്തിൽ ആര്യവൈദ്യശാല MD ശങ്കരവാര്യർ സ്പീക്കിംഗ്. സ്വാമിയാണോ? ഫാക്ടറിന്നാ. ദശമൂരാഷ്ടത്തിന്റെ പിപ്പല്യാസവത്തിന്റെ ലോഡ് കോയമ്പത്തൂർക്ക് അയക്കട്ടെ എന്ന്. ഒരു നമ്പർ പറയൂ. 1,200,012. ഒറ്റ നമ്പർ പറയൂ. 9. ഒരാഴ്ച കൂടി കഴിയട്ടെ എന്ന് പറ. ഒരാഴ്ച കൂടി കഴിയട്ടെ. ഞാൻ പറഞ്ഞിട്ട് ലോഡ് അയച്ചാ മതി. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് വിഭവങ്ങൾ സരോജിനി അമ്മേ? ഇഡ്ഡലി, കറി, മുളകുപൊടിയും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും. ആഹു, കൊറേ നാളായി ഇഡ്ഡലിയും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും കഴിക്കണമെന്ന് വിചാരിക്കുന്നു. ഒരു 10-25 ഇങ്ങോട്ട് എടുത്തിട്ട്. ഇരിക്കലേ. ഇന്ന് ദ്വാദശിയാണ്. പ്രഭാത ഭക്ഷണം പാടില്ലാന്നുണ്ട്. അത് ശരി, ഞാൻ ഓർത്തില്ല. എല്ലായിടത്തും ഫ്രിഡ്ജ് വെച്ചേക്ക്, ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ചോളാം. അല്ല, ഉച്ചക്ക് ഗോതമ്പാഹാരമേ പാടുന്നുണ്ട്. കർക്കിടക രക്തം സ്വക്ഷേത്രത്തിൽ ഉച്ചനായി നിൽക്കുമ്പോ എല്ലാ തിങ്കളാഴ്ച. മതി. ഞാൻ ഇന്നൊന്നും കഴിക്കുന്നില്ല.
എങ്കിൽ ഞാൻ കഴിക്കാം. അതെന്താ തനിക്ക് ദ്വാദശി ഒന്നും ബാധകമല്ല? അസുരഗണമായതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല. എന്നാലേ എനിക്ക് പ്രശ്നമാ. ആണോ? ഇത് തന്റെ അവസാനത്തെ കഴിപ്പായിരിക്കും. ഞാൻ ഇറങ്ങുക. മുതലാളി അയ്യോ പുറകിന് വിളിച്ചു. അമേരിക്കയിൽ നിന്ന് മോള് വിളിച്ച എന്തോ പറയണം. അവിടെ തന്ത ചത്തുപോയി എന്ന് പറ. ആ. എടി രാത്രി വിളിക്കാൻ പറയടി. ഉം. ഇന്ത്യൻ സമയം 9:00. പുറകേന്ന് വിളിച്ചാൽ എന്താടോ ഫലം? ഏതെങ്കിലും വന്യമൃഗങ്ങളെ കാണേണ്ടി വരുമെന്നാ ഫലം. താൻ പറഞ്ഞ ഫലിച്ചു. ദേ വന്നു. എന്താടാ? ഇന്ന് വന്യമൃഗങ്ങളെ കാണാൻ യോഗം ഉണ്ടെന്ന് ജോത്സ്യര് പറഞ്ഞു. കോളേജിൽ വെച്ച് തന്നെ ജിറാഫ് സുമാരനല്ലേ വിളിച്ചിരുന്നത്. ഒരു കാലം. പിന്നെന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? ഹാപ്പി ന്യൂസ്. അതല്ലടോ, ഹെർബൽ പ്ലാന്റേഷനുമായുള്ള കേസ് നമുക്ക് അനുകൂലമായി വിധിയായി. അങ്ങനെ സ്ഥിരമായി കേസുകൾ ജയിക്കുന്നോണ്ടാണല്ലോ എന്നെ തന്റെ പെർമനന്റ് ലീഗൽ അഡ്വൈസറായി നിയമിച്ചിരിക്കുന്നത്. എന്നെ തന്റേതെന്ന് പറയടോ. എന്നെ തന്റേത്. താൻ കാറി കയറി. നോനോ, ഞാൻ കോർട്ടിലേക്കാ. നമുക്ക് വൈകുന്നേരം ക്ലബിൽ. ശരി ശരി. ഡ്രൈവർ വിളിയടോ. ഇന്ദ്രദാസേ. യതീന്ദ്രദാസ്. യതീന്ദ്രദാസ് വായിൽ കൊള്ളാത്ത പേരിടും. എടാ യതീന്ദ്രദാസേ. അവന് പേരിട്ട ഞാനാണോ?